ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇന്നും പുഷ്പ 2 ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ മൈത്രി മൂവി മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 922 കോടിയുടെ കളക്ഷൻ പോസ്റ്ററാണ്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് 621 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 4-ാം ദിവസമായ ഞായറാഴ്ച 208 കോടി രൂപയാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്നലെ 829 കോടിയുടെ കളക്ഷൻ പോസ്റ്ററാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. 5-ാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 93 കോടി രൂപയാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആദ്യ 5 ദിവസം കൊണ്ട് 922 കോടി രൂപയാണ് ഔദ്യോഗികമായിട്ട് ഈ സിനിമ കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം വിവിധ ട്രാക്കേഴ്സ് നൽകുന്ന റിപ്പോർട്ട് പ്രകാരം ഇന്നലെ 80 കോടി കളക്ട് ചെയ്ത ഈ സിനിമ ആദ്യ 5 ദിവസം കൊണ്ട് 882 കോടി രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 4 ദിവസം കൊണ്ട് 13 കോടി 25 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ സ്വന്തമാക്കിയിരുന്നത്. ഇന്നലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 75 ലക്ഷം രൂപ മാത്രമാണ്. നിലവിൽ 14 കോടി രൂപയാണ് ഈ സിനിമ കേരള ഗ്രോസ് കളക്ഷനായി 5 ദിവസം കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 60-65 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ ആദ്യ 6 ദിവസം പിന്നിടുമ്പോൾ കേരള കളക്ഷനായി 14 കോടി 60 ലക്ഷത്തിന് മുകളിലാണ് ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 75 കോടി റേഞ്ചിലാണ്. നിലവിൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ പണം വാരുന്നത് ഹിന്ദി ബെൽറ്റിൽ നിന്ന് തന്നെയാണ്. 5-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ ഹിന്ദി ബെൽറ്റിൽ നിന്ന് മാത്രമായി 48 കോടി രൂപയാണ് നെറ്റ് കളക്ഷൻ സ്വന്തമാക്കിയത്. ഏകദേശം 55 കോടി രൂപ ഗ്രോസ് കളക്ഷനും നേടിയെടുത്തിട്ടുണ്ട്. 6-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഏകദേശം 40 കോടിക്ക് മുകളിൽ നെറ്റ് കളക്ഷൻ ഈ സിനിമ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. നിലവിൽ ട്രാക്കേഴ്സ് റിപ്പോർട്ട് പ്രകാരം ഈ സിനിമ ആദ്യ 6 ദിവസം കൊണ്ട് 950 കോടിയിലേക്കാണ് എത്തി നിൽക്കുന്നത്. അതേസമയം നാളെ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ പുറത്തു വരുമ്പോൾ 6 ദിവസം കൊണ്ട് 1000 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി എന്നിവർ പ്രധാന താരങ്ങളായി വൈശാഖലൻ സംവിധാനം ചെയ്ത് നവംബർ 21 തിയേറ്ററിലെത്തി വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത് ഇപ്പോഴും മികച്ച കളക്ഷനായി മുന്നേറുന്ന സിനിമയാണ് ഹലോ മമ്മി. ഈ ഹൊറർ ഫാമിലി എന്റർടൈനർ സിനിമയിൽ ജോണി ആന്റണി, ജഗദീഷ്, ബിന്ദു പണിക്കർ, അജു വർഗീസ് എന്നിങ്ങനെയാണ് മറ്റ് താരനിര. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 6 കോടി 25 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. നിലവിൽ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 8 കോടിക്ക് മുകളിലുമാണ്. ബേസിൽ ജോസഫ്, നസ്രിയ നാസിം എന്നിവർ പ്രധാന താരങ്ങളായി MC ജിതിന് സംവിധാനം ചെയ്ത് നവംബർ 22 തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം സ്വന്തമാക്കിയ സിനിമയാണ് സൂക്ഷ്മദർശിനി. നിലവിൽ ഇപ്പോഴും മികച്ച ഹോളിലൂടെ മുന്നേറുന്ന ഈ സിനിമ ബേസിൽ ജോസഫിന്റെ സോളോ റിലീസ് ചിത്രങ്ങളിൽ ആദ്യ 50 കോടി ക്ലബിൽ എത്തപ്പെട്ട സിനിമ കൂടിയാണ്. 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസ് കളക്ഷനായി 22 കോടി 70 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനായി ആദ്യ 17 ദിവസം കൊണ്ട് 5 കോടി 55 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തത്. ആദ്യ 17 ദിവസം കൊണ്ട് 28 കോടി 25 ലക്ഷം സ്വന്തമാക്കിയ ഈ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി 17 ദിവസം കൊണ്ട് 50 കോടി 10 ലക്ഷം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. അതേസമയം 18-ാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരള കളക്ഷനായി 20 ലക്ഷത്തോളം രൂപയായിരുന്നു കളക്ട് ചെയ്തിരുന്നത്. 19-ാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ കേരള കളക്ഷൻ ഏകദേശം 15 ലക്ഷത്തിന് മുകളിലാണ്. നിലവിൽ കേരള കളക്ഷനായി 23 കോടിക്ക് മുകളിലാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 19 ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 50 കോടി 50 ലക്ഷം രൂപയുമാണ്. സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കിഷ്കിന്ധാകാന്ഡം എന്ന സിനിമയുടെ നിർമ്മാതാവായ ജോബി ജോർജ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നാരായണീന്റെ 3 ആൺമക്കൾ. ശരൺ വേണുഗോപാൽ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, ഷെല്ലി കിഷോർ, അലൻ സിയർ, സജിത മഠത്തിൽ, ഗാർഗി അനന്തൻ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന്റെ DOP അപ്പു പ്രഭാകറും എഡിറ്റിംഗ് ജ്യോതി സ്വരൂപ് പാണ്ഡെയുമാണ്. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് രാഹുൽ രാജാണ് സംഗീതം പറഞ്ഞിട്ടുള്ളത്. 2025 ജനുവരി 16 ഈ സിനിമയുടെ റിലീസിംഗ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മോഹൻലാലിന്റെ ആദ്യ സംവിധാന സംരംഭമായ ബറോസ് എന്ന 3D ചിത്രം ക്രിസ്മസ് റിലീസായി ഈ മാസം ഡിസംബർ 25 തിയേറ്ററിലെത്തുന്നത്. ഇപ്പോൾ ഇന്ന് ഈ ചിത്രത്തെ സംബന്ധിച്ച് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത ഈ സിനിമയുടെ റിലീസിംഗ് 2D ഫോർമാറ്റിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ചിത്രം 3D, 4DX, IMAX എന്നിങ്ങനെയായിരിക്കും ഇന്റർനാഷണൽ ആയിട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. എന്തായാലും മോഹൻലാൽ നായകനാകുന്ന ബറോസ് എന്ന സിനിമ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.